മാവേലിക്കര നഗരസഭയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരെ സംബന്ധിച്ച് തീരുമാനമായി. 26-ാം തീയതി മുതൽ ആദ്യത്തെ 2 വർഷം ലളിത രവീന്ദ്രനാഥും തുടർന്നുള്ള 2 വർഷം ടി കൃഷ്ണകുമാരിയും അവസാന 1 വർഷം സുനി ആലീസ് എബ്രഹാമിനും ടേം അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ സ്ഥാനം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മാവേലിക്കര നഗരസഭയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവ സംബന്ധിച്ച തീരുമാനമായെന്ന് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ്, DCC വൈസ് പ്രസിഡന്റ് KR മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശേഷം കൂടുതൽ അംഗങ്ങൾ ജയിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ, അതേപോലെ തന്നെ കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ പോലും ചില സോഷ്യൽ ഇക്വേഷൻസ് ഇവിടെ പാലിക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ളതുകൊണ്ട് ടേം വെച്ചാണ് ഇത്തവണത്തെ പുതിയ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് ഓരോരുത്തരെ ചുമതലപ്പെടുത്തുന്നത്. 5 വർഷത്തിനിടയിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും 3 ടേം വെച്ചുകൊണ്ടാണ് ഇത്തവണ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ആദ്യ ടൈമിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മുൻ ചെയർപേഴ്സണുമായ 5ാം ടേം കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ലളിത രവീന്ദ്രനാഥിനെയാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീമതി ലളിതയോടൊപ്പം 5ാം ടേം കൗൺസിലറായി വിജയിച്ചു വന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ UDFന്റെ നിയോജകമണ്ഡലം ചെയർമാൻ കൂടിയായ ശ്രീ K ഗോപനെയാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് 2ാം ടേം 4ാം തവണ കൗൺസിലറായി വിജയിച്ചു വന്നിട്ടുള്ള നിലവിലുള്ള വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ടി കൃഷ്ണകുമാരി 2 വർഷക്കാലം ചെയർപേഴ്സണായി. ശ്രീമതി ടി കൃഷ്ണകുമാരിയോടൊപ്പം 1.5 വർഷക്കാലം കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻപ് കൗൺസിലറായിരുന്ന ഇപ്പോൾ നിയന്ത്രിക്കപ്പെട്ട ശ്രീ കോശി തുണ്ടുപറമ്പിൽ വൈസ് ചെയർമാനായി ലാസ്റ്റ് 1 വർഷക്കാലം സുനി ആലീസ് എബ്രഹാം ചെയർപേഴ്സണായി തീരുമാനിക്കപ്പെട്ടു. 2ാം ടൈം 1.5 വർഷക്കാലം കോശി തുണ്ടുപറമ്പലിൻ്റെ പീരീഡിന് ശേഷം 1.5 വർഷക്കാലം 3ാം തവണ കൗൺസിലറായി വിജയിച്ചു എന്നുള്ള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ഇപ്പോഴത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സജീവ് പാലിക്കര വൈസ് ചെയർമാനായി. ഇതിനെ സംബന്ധിച്ച് ഈ ധാരണ ഉണ്ടായിട്ടുള്ളത് പാർട്ടി നേതൃത്വമാണ് തീരുമാനം. അതിന് പാർട്ടിയിലെ ഈ പറയുന്ന 14 കൗൺസിലർമാരുടെയും അഭിപ്രായം തേടി ആ അഭിപ്രായത്തിൻ്റെ കൂടെ ഒരു മുഖ്യമായ പ്രാധാന്യം ആ അഭിപ്രായങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആരെ അടിച്ചേൽപ്പിക്കുന്നതല്ല. ഈ തീരുമാനങ്ങളെല്ലാം കൂട്ടായ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മാവേലിക്കരയിൽ ഒരു അപശബ്ദമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് പറയുന്നത് ഉമ്മൻ രാജശേഖരൻ എന്ന് പറയുന്ന മുൻ ഗവർണർ, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, സീനിയറായ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുക, പല വാർഡുകളിലും ഹൗസ് വിസിറ്റിംഗ് നടത്തി. അതേപോലെ തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന മന്ത്രി തന്നെ ഇവിടെ വന്നിരുന്ന് ചർച്ച നടത്തിയില്ല. മാവേലിക്കര നഗരസഭ തെരഞ്ഞെടുപ്പിന് ശേഷം ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നതിനായി കൂടിയ പാർലമെന്ററി പാർട്ടി റിപ്പോർട്ട് അനുസരിച്ച് ആലപ്പുഴ DCC ആണ് തീരുമാനം പ്രഖ്യാപിച്ചതെന്നും ഇരുവരും പറഞ്ഞു. 26 മുതൽ ആദ്യത്തെ 2 വർഷം ലളിത രവീന്ദ്രനാഥും തുടർന്നുള്ള 2 വർഷം ടി കൃഷ്ണകുമാരിയും അവസാന 1 വർഷം സുനി ആലീസ് എബ്രഹാമിനും ടേം അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ സ്ഥാനം നൽകാനാണ് തീരുമാനമെന്നും നേതാക്കൾ പറഞ്ഞു. 26 മുതൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് K ഗോപനും തുടർന്ന് 1.5 വർഷം ഘടകകക്ഷി നിർദ്ദേശിച്ച കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ കോശി തുണ്ടുപറമ്പിലിനും അവസാനത്തെ 1.5 വർഷം കോൺഗ്രസിലെ സജീബ് പ്രായിക്കരയ്ക്കും ടേം അടിസ്ഥാനത്തിൽ സ്ഥാനം നൽകാനും തീരുമാനിച്ചു. മാവേലിക്കര നഗരസഭ പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും മാവേലിക്കരയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്നതിൽ ജനസംഖ്യ ഒരു ഘടകമാണെന്നും ഇരുവരും പറഞ്ഞു. CT നെറ്റ് ന്യൂസ്, മാവേലിക്കര.